രസമുണ്ടായി, നന്നായി പെർഫോം ചെയ്തു. അവിടെ വന്ന് ഡയലോഗ് എല്ലാം പറഞ്ഞ നല്ല ക്യൂട്ട് ആയിരുന്നു. നമുക്ക് ചോദിക്കാം റിമി ചേച്ചി. മോളെ സോറി കേട്ടോ, എനിക്ക് ഞാൻ എണീറ്റാ തന്നെ അവിടെ എത്തുന്നതിന് മുമ്പ് പാട്ട് തീരും. അല്ലെങ്കിൽ മോള് കുറച്ചുകൂടെ ഒരു ഇച്ചിരി നേരത്തെ വിളിച്ചിരുന്നേ ഞാൻ വന്നേനെ. കാരണം ലാസ്റ്റ് എനിക്ക് ഉറപ്പാണ് ഞാൻ ഇവിടുന്ന് എണീറ്റ് ഇവിടെ എത്തുമ്പോഴേ പാട്ട് തീരും. അതുകൊണ്ടാട്ടോ മോളെ വരാതിരുന്നത്. എനിക്കതൊരു വിഷമായി പോയി കൊച്ചു വിളിച്ചിട്ട് ചെല്ല. പിന്നെന്താ പറയാ, ഇത്രയും ഈ പാട്ട് ബൈഹാർട്ട് പഠിക്കാന്ന് പറഞ്ഞാൽ തന്നെ മോളെ ഇത്രയും ഹിന്ദി വാക്കുകൾ അതിന്റെ അർത്ഥം പോലും മനസ്സിലാക്കിയാണ് പാടിയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താ ചാന്തിയാ താരോപ്പ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നക്ഷത്രങ്ങളൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിന്റെ അർത്ഥം എല്ലാം അറിഞ്ഞിട്ട് പാടുന്ന പോലെ തന്നെ മോടെ ഫേസ് എക്സ്പ്രഷൻ, അതുപോലെ കൊച്ചു പാടുന്ന ആ സൗണ്ടും ഭയങ്കര രസമായിട്ട് പാടി. പിന്നെന്താ പറയാ, പരമാവധി അവനവന് പറ്റണ പോലെ ആരോഗ്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും, പിന്നെ കൊച്ചല്ലേ കുറച്ചുകൂടെ ഞാൻ ശക്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നടക്കൂല. മോൾക്ക് പറ്റണ ഒരു ചെറിയ ശരീരം, പിന്നെ പറ്റണ നമുക്കൊരു വോയിസ് കപ്പാസിറ്റി ഉണ്ട്. മോള കഴിയുന്നത്ര നല്ല എന്താ പറയാ നല്ല മിടുക്കിയായിട്ട് പാടി നല്ല മാർക്ക് കിട്ടട്ടെ കേട്ടാ. ശരി, ചേച്ചി. മാലിനി തകർത്ത് കളഞ്ഞല്ലോ, വളരെ നന്നായിരുന്നു കേട്ടോ. ഡാൻസും കൊള്ളാം, പാട്ടും കൊള്ളാം, ആക്ഷനും കൊള്ളാം, എക്സ്പ്രഷനും കൊള്ളാം, എല്ലാം കൊള്ളാം. കൊള്ളാം എന്തായാലും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. മാലിനി ഉഗ്രനായിട്ട് പാടി കേട്ടോ, നല്ല പെർഫോമൻസ്. പ്രത്യേകിച്ച് ആ കുട്ടി പറയണ പോലെ കോംപ്ലാൻ വേണമെന്നോ, അപ്പൊ അത് കൊള്ളാം, നന്നായി. പാട്ടും നന്നായി, വേറെ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. ചരണത്തിലെ ചെറിയ ശ്രുതി പ്രശ്നങ്ങളൊക്കെയാണ്, പക്ഷെ അതൊരു ക്യൂട്ടായിട്ട് അവതരിപ്പിച്ചു. അതിൽ ശ്രുതി ചെറുതായിട്ട് പോയി വന്നു എന്നുള്ള ഒരു കാരണം അത് ഞങ്ങൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല കേട്ടോ. ഗുഡ് ലക്ക്. മാലിനി കുട്ടി, നൈസ് സോങ്, വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ഓഫ് ആശാജി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പ്രസന്റേഷൻ നന്നായിരുന്നു. സിംഗിങ് ചിലപ്പോൾ ഐ ഫെൽറ്റ് ഓഫ് കോഴ്സ് ആശാജിയുടെ ആ സ്റ്റൈല് കുറച്ചുകൂടി വരാൻ ആൻഡ് ത്രോ ഉണ്ടാവാൻ. ബട്ട് മാലിനിയുടെ വോയിസിൽ ത്രോ വളരെ ബോൾഡ് വോയിസ് ആണ്. I thought it was very cute, but some places I thought you could have had a little more throw. That would have done a little more lively. It would have made your performance. But വളരെ ഇഷ്ടപ്പെട്ടു. Good luck. I am very happy that you came up with this performance. It might be very critical. We don't know who's going to the finals, so it is very critical that your last performance make up for everything else. So let us see. Okay. Thank you judges. നല്ല കമന്റ്സ് ആണ്. ഇനി മാർക്സ് നോക്കാം. ഫൈനൽ പെർഫോമൻസ് ആണ്. Okay, Anuradha ma'am, on 10. 8. 8 on 10. Vicheta. 8.1. 8.1. Vacheta. 8.5. 8.5. So Malini, your total score 24.6 on 30. Congrats Malini. അങ്ങനെ 3 പെർഫോമൻസും കഴിഞ്ഞു. നല്ല മാർക്സ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ പ്രീവിയസ്? കുഴപ്പമില്ല. എന്തായാലും പ്രാർത്ഥിക്കുക ഫൈനൽസിൽ എത്തട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഇന്ന് നമ്മൾ 3 പെർഫോമൻസ് കണ്ടു, റിനു, ലക്ഷ്മി ആൻഡ് മാലിനി. മാലിനിയാണ് ഇന്നത്തെ എപ്പിസോഡിലെ ടോപ്പ് സ്കോറർ. ഇതോടെ നമ്മുടെ 5 കണ്ടസ്റ്റൻസും അവിടെ 3 റൗണ്ട്സ് ഈ ഫൈനൽ സ്റ്റേജിൽ പാടിക്കഴിഞ്ഞു. ഇനി നമ്മൾ കാണാൻ തിങ്കളാഴ്ച ആയിരിക്കും ആരായിരിക്കും ഫൈനലിസ്റ്റ് എന്നറിയാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും കാത്തിരിക്കണം. ഇതോടെ നമ്മുടെ ജോസ്കോ സൂപ്പർ സ്റ്റാർ ജൂനിയർ 3യുടെ ജേർണി അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ആ ഫൈനലിസ്റ്റ് അവരെ സെലക്ട് ചെയ്യേണ്ട ആ പ്രോസസ് മാത്രമേ ബാക്കിയുള്ളൂ. എനിവേസ് നമ്മുടെ ഓരോ കണ്ടസ്റ്റന്റിനെയും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ജഡ്ജസ് ആണ്. താങ്ക് യു സോ മച്ച് ജഡ്ജസ്. പിന്നെ നമ്മുടെ ഓർക്കസ്ട്ര ടീം താങ്ക് യു സോ മച്ച്. പിന്നെ മെയിൻലി പറയാണ് നിങ്ങൾ പ്രേക്ഷകരാണ്. എല്ലാ നമ്മുടെ കണ്ടസ്റ്റൻസിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്കും താങ്ക് യു. ഇനി നമ്മൾ കാണുക തിങ്കളാഴ്ച ആയിരിക്കും, 2 ദിവസം കഴിഞ്ഞിട്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുക ആരൊക്കെ ആയിരിക്കും നമ്മുടെ ഫൈനൽ സ്റ്റേജിൽ ഉണ്ടാവാന്ന്. സോ ടിൽ ദെൻ ഇറ്റ്സ് മീ നാസ്നിൻ സൈനിങ് ഓഫ്.